ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മന്ത്രി സജി ചെറിയാന്റെ വാദം പൊളിയുന്നു. റിപ്പോർട്ട് ലഭ്യമാക്കാൻ കഴിയില്ലെന്ന് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ടറിനെ അറിയിച്ചു. നടി രഞ്ജിനിയുടെ ഹർജിയിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാകും റിപ്പോർട്ട് ലഭിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉത്തരവാദിത്തം സാംസ്കാരിക വകുപ്പിനല്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ നടപ്പാക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഈ കേസ് ചെയ്യുന്നത്. വിവരാവകാശ കമ്മീഷൻ കൃത്യമായി അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു. അപ്പോഴാണ് ഒരാൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കുന്നത്. ഹൈക്കോടതി എന്താ പറഞ്ഞത്? അത് ഫയൽ സ്വീകരിച്ചിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. അതായത് ഒരാഴ്ചക്കകം ഈ പറയുന്ന റിപ്പോർട്ട് അതിന്റെ പുറത്തുവിടേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. സാംസ്കാരിക വകുപ്പിനോ സിനിമാ വകുപ്പിനോ ഗവൺമെന്റിനകത്ത് യാതൊരു റോളുമില്ല. അപ്പോൾ SPIO പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് യാതൊരു റോളുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്ന് നടനും MLA-യുമായ M. മുകേഷ്. സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണം. താനും 4 മണിക്കൂർ ഹേമ കമ്മിറ്റിയുമായി സംസാരിച്ചിരുന്നു. മറ്റുള്ളവർ എന്തു പറഞ്ഞുവെന്ന് തനിക്കറിയില്ലെന്നും മുകേഷ് പറഞ്ഞു. ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് സിനിമയിലുള്ള ആളിൻ്റെ ഇന്ന് ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നതിന് വളരെ സന്തോഷമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറൊന്നും വരാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്കറിഞ്ഞൂടാ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിയാതെ പ്രസിദ്ധീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് നടി രഞ്ജിനി വ്യക്തമാക്കിയത്. മൊഴി കൊടുത്ത ആളെന്ന നിലയിൽ ഉള്ളടക്കം അറിയണം. സ്വകാര്യതയുടെ പ്രശ്നമാണെന്നും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഭയമില്ലെന്നും എതിർപ്പില്ലെന്നും രഞ്ജിനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതെ, രഞ്ജിനി, എന്തുകൊണ്ടാണത് പുറത്തുവിടണ്ട എന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഹർജി സമർപ്പിച്ചത്? ഞാൻ പബ്ലിഷ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങള് എന്നോടൊപ്പം ചില ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വി ഹാവ് ഗിവൻ ദിസ് അവർ സ്റ്റേറ്റ്മെന്റ് ടു ദ കമ്മിറ്റി. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങൾ എല്ലാവരും കോൺസെന്റ് ഫോമും സൈൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ 4.5 years കമ്മിറ്റിയിൽ ഇരുന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് സൈഡിലിരുന്ന് ഞങ്ങൾ എന്താ പറഞ്ഞത്, എന്ത് സ്റ്റേറ്റ്മെന്റ് എഴുതിയത് ഇതുവരെ ആരും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ അത് കാണണമല്ലോ നമ്മൾ എന്താ സംസാരിച്ചിരിക്കുന്നത്. അവർ എന്താ അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ഹാവ് ഇൻഫോംഡ് അസ് അല്ലേ. അപ്പോ അത് വരാത്തെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു പറയുന്നു. സോ അത് തെറ്റല്ലേ? ബിക്കോസ് ഞങ്ങൾ അവിടെ പോയത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രിവസി അത് വരത് പുറത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അനോണിമസ് ആയിട്ട് പോയി അവിടെ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പാർട്ടിസിപ്പന്റ്. ഐ തിങ്ക് ദാറ്റ് വാസ് അറൌണ്ട് 50 of us. അറ്റ്ലീസ്റ്റ് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, ലൈക്ക് ഇമെയിൽസും വാട്സാപ്പും എല്ലാം ഉണ്ട്. അറ്റ്ലീസ്റ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. ദാറ്റ് ഇതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്, ഇത് ഓക്കെ ആണോ പബ്ലിഷ് ചെയ്യാനോ, അങ്ങനെ ചോദിച്ചിട്ട് പബ്ലിഷ് ചെയ്താൽ വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഓക്കെ രഞ്ജിനി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താനാണ്. രഞ്ജിനി അടക്കം ഞാൻ ഇന്നലെ വിമർശിച്ചിരുന്നു. തീർച്ചയായും അതിനകത്തൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. രഞ്ജിനി, ഈ വിഷയം ഇതാണ്. രഞ്ജിനി അടക്കം മൊഴി നൽകിയിരിക്കുന്ന ആരുടെയും സ്വകാര്യതയെ ബാധിച്ചിട്ടില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ ഉറപ്പ് നൽകുന്നുണ്ട്, സർക്കാരും ഉറപ്പ് നൽകുന്നുണ്ട്, സിംഗിൾ ബെഞ്ചും അത് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ രഞ്ജിനിയുടെ പേരോ മറ്റേതെങ്കിലും നടിമാരുടെ പേരോ ഈ റിപ്പോർട്ടിലില്ല. നിങ്ങളുടെ മൊഴി അതേപടി നൽകിയിട്ടില്ല. നിങ്ങളുടെ തെളിവുകൾ അടങ്ങിയിരിക്കുന്ന അപ്പൻഡിക്സ്, അതിൻ്റെ അനുബന്ധവും ഇതിൽ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വരില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. എന്താ ഉറപ്പുള്ളത്? അങ്ങനെ ഒരു ഇതില്ലാന്ന് പറയണമല്ലോ. ബിക്കോസ് സേ ഫോർ എക്സാമ്പിൾ നമ്മളോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. അവിടെ കംപ്ലൈന്റ് എഴുതുമ്പോൾ അവർ തന്നെ അവിടെ വായിച്ചിട്ട് നമ്മൾ സൈൻ
ചെയ്യുന്നു, റൈറ്റ്? സൈൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ തന്നെ അങ്ങനത്തെ ലീഗാലിറ്റി നമ്മൾ ടെക്നിക്കൽ വൈസ് വി ആർ യൂസിങ് ഇറ്റ്. ഇത് ഒരു സീരിയസ് ആണ് കമ്മിറ്റി. ഐ അപ്രീഷിയേറ്റ് ദ ഗവൺമെന്റ്. എനിക്ക് വളരെ ബഹുമാനമുണ്ട് നമ്മളുടെ ഗവൺമെന്റ്. ബിക്കോസ് ഇന്ത്യയിലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പരാതി, ഇത് ഒരു സ്റ്റഡി ചെയ്യണമെന്ന് ആ മനസ്സുണ്ടല്ലോ നമ്മളുടെ CMക്ക്. അത് ഞാൻ വെൽക്കം ചെയ്യുന്നു. ബിക്കോസ് അത്രയ്ക്ക് എനിക്ക് എന്താ പറയാ, വുമൻക്ക് വേണ്ടി അങ്ങേര് ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ എപ്പോഴും രഞ്ജിനി, എന്റെ സംശയം ഇതാണ്, രഞ്ജിനിക്ക് ഈ കമ്മിറ്റി, ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ മൊഴി ഇതാണ് എന്ന് പറഞ്ഞൊരു രേഖ തന്നില്ല എന്നതാണോ പറയുന്നത്? പക്ഷെ രഞ്ജിനി, ഒരു നിമിഷം അതിനകത്ത് എൻ്റെ ഒരു സംശയം ഇതാണ്, നമ്മളിതൊരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതിയല്ല, ഇതൊരു കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. ആ കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊഴി അതേപടി പ്രസിദ്ധീകരിക്കുകയാണെങ്കിലല്ലേ രഞ്ജിനിക്ക് ബുദ്ധിമുട്ടുള്ളൂ? ഇതാ കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങളാണ്. അത് ശരി, അത് കാണണമല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അവിടെ പോയത്? എല്ലാവരും അവിടെ എന്തിനാ പോയത്? രഞ്ജിനിക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണോ രഞ്ജിനിയുടെ ആവശ്യം? ഫസ്റ്റ് എല്ലാ പാർട്ടിസിപ്പന്റ് whoever went there, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പ്ലസ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തതിന് മുമ്പ് എല്ലാവർക്കും അയക്കണം. നമ്മൾ എക്സാമിൻ ചെയ്യണം. അതെങ്ങനെയാണ് സാധ്യമാവുക? കാരണം മൊഴി നൽകിയിരിക്കുന്ന ആളുകളിലേക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കൊടുത്താൽ അവരത് പബ്ലിഷ് ചെയ്യില്ലേ? അത് പബ്ലിക് ഡൊമൈനിൽ വരില്ലല്ലോ. രഞ്ജിനി അതിനകത്ത് മൊഴി കൊടുത്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ സോറി ഡോക്ടർ അരവിന്ദ്, ഐ തിങ്ക് യു ഗോട്ട് ദ റോങ് പോയിന്റ്. ഇത്ര വർഷം 4.5 years, nearly 5 വർഷം ഞങ്ങൾ 50 പേര്, ഐ തിങ്ക് about 50 of us, ഇതുവരെ ഞങ്ങൾ വായിലിരുന്ന് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതേക്കുറിച്ച്? ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് ആദ്യം നമ്മൾ റിപ്പോർട്ട് കണ്ടിട്ടേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ഇതുവരെ എല്ലാവരും സൈലന്റ് ആയിട്ടിരുന്നല്ലോ, ഈവൻ ഇൻക്ലൂഡിംഗ് മൈസെൽഫ്. അല്ലല്ല രഞ്ജിനി, അത് ആരുടെ താല്പര്യമാണ്? രഞ്ജിനിയുടെ താല്പര്യമാണോ? അതല്ല താല്പര്യം, എന്നോട് എന്ത് താല്പര്യം, പ്ലസ് ഐ എം ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ്. ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ റിപ്പോർട്ട് 11 മണിക്ക് പുറത്തു വിടുമെന്ന് പറയുന്നു. അതിനു മുൻപ് രഞ്ജിനിയെ കാണിച്ചാൽ രഞ്ജിനിയുടെ തടസ്സം മാറുമോ? ഉറപ്പായിട്ട് ഞാൻ കാണണമല്ലോ. നിലവിൽ നമുക്ക് ഹൈക്കോർട്ടിൽ നിന്ന് സ്റ്റേ കിട്ടാതെ പോയതും ഇതുകൊണ്ടല്ലേ രഞ്ജിനി? ആ ലോക്കൽ സ്റ്റാൻഡിൽ സംശയമുള്ളതുകൊണ്ടല്ലേ ഹൈക്കോടതി ഇടപെടാഞ്ഞത്? അല്ല, അങ്ങനെയല്ല. ഇന്നലെ അവിടെ ഹൈക്കോടതിയിലെ എല്ലാവർക്കും അറിയാം, അവിടെ ഒരു കൺസോർഷ്യം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് എടുക്കാൻ. ഈ റിപ്പോർട്ട് പുറത്തു വിടാമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടപ്പോൾ എന്തുകൊണ്ട് രഞ്ജിനി ഇങ്ങനെ ഒരു കേസ് പോയില്ല? ഇത് തലേ ദിവസം 24 മണിക്കൂർ മുമ്പ് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്? I was waiting until that then our government will give us in writing. അല്ല, വിവരാവകാശ കമ്മീഷൻ കൊടുക്കാൻ പറഞ്ഞാൽ സർക്കാർ കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ട് രഞ്ജിനി എത്തിയില്ല എന്നാണ് ചോദ്യം. അതാണ് ഞാൻ I relied on women commission as well. അല്ല, വിമൻ കമ്മീഷൻ അനുകൂല നിലപാട് എടുത്തപ്പോഴും രഞ്ജിനി വന്നില്ല. അല്ല, because you see it's all connected. Women commission, WCC, ഇവരെല്ലാരും ചോദിച്ചില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ പോയത്, ബിക്കോസ് ആരും ചോദിച്ചില്ല. അല്ല, ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് കൊണ്ട് രഞ്ജിനി എന്താണ് ഭയക്കുന്നത്? ഭയക്കുന്നില്ലെങ്കിൽ I was the first person to go to the hearing. അല്ല, അങ്ങനെ ഭയക്കുന്നില്ലെങ്കിൽ, അതാണ് എന്റെ ചോദ്യം, ഭയക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തടസ്സം നിൽക്കുന്നത് രഞ്ജിനി? I want to know. I have all the rights to know. എല്ലാ ബഹുമാനങ്ങളോടും കൂടി പറയട്ടെ, രഞ്ജിനി ഈ മൊഴി കൊടുക്കാൻ പോയത് തന്നെ ഒരു വലിയ നിലപാടാണ്. അത് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന നിലപാടാണ്. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെട്ട് ഈ രീതിയിൽ ചലച്ചിത്ര മേഖലയിൽ സംഭവിക്കുന്ന വലിയ അനീതി മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെട്ട്, പുറം സമൂഹം ചർച്ച ചെയ്യപ്പെട്ട്, അത് അവിടെ മാറ്റമുണ്ടാകാൻ വരുന്നൊരു ഘട്ടത്തിൽ അതേ രഞ്ജിനി എതിരു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഷമം. അതാണ് രഞ്ജിനി. അതാണ് തെറ്റ്. അവിടെയാണ് നിങ്ങൾ തെറ്റ് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ട് വരത്തുക്ക് മുമ്പ് ഞങ്ങളെ കൊണ്ട് കാണിക്കണം. ബിക്കോസ് വി ഹാവ് ദ റൈറ്റ്, വി ഹാവ് ദ ലീഗൽ റൈറ്റ് ടു സീ അവർ സ്റ്റേറ്റ്മെന്റ്. അല്ല, വി എന്ന് പറഞ്ഞാൽ രഞ്ജിനി, അതിൽ ആരൊക്കെയാണ് അത് കാണേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോറിറ്റി വേണമെന്ന് രഞ്ജിനി പറയുന്നത് ആരൊക്കെയാണ്? മൊഴി കൊടുത്ത എല്ലാവരും കൊടുക്കണമെന്നാണോ, അതോ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരും കാണണമെന്നാണോ? കാണണം, അതാണ് ഞാൻ എന്റെ പ്രയർ. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആ റിപ്പോർട്ട് ആദ്യം ഒന്ന് കാണണം. അതിൽ രഞ്ജിനി കൊടുത്തിരിക്കുന്ന മൊഴികൾ അതേപടി വന്നിട്ടുണ്ടോ? രഞ്ജിനിയെ തിരിച്ചറിയാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടണം. അതല്ലേ രഞ്ജിനിയുടെ ആവശ്യം? എന്റെ ആവശ്യം എനിക്ക് അറിയണം. എല്ലാവരും അവരവർ പറഞ്ഞ അത് രഞ്ജിനിക്ക് മാത്രം അറിയാനുള്ള ഒരു റൈറ്റ് ഇല്ല രഞ്ജിനി. അത് രഞ്ജിനി കൊടുത്ത മൊഴി അതൊരു ഡോക്യുമെന്റിന്റെ ഭാഗമായാൽ രഞ്ജിനിക്കൊപ്പം ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശമേ രഞ്ജിനിക്കുമുള്ളൂ. അല്ല, ഈ 4.5 വർഷമായി അത് ഇരുട്ടുമുറിയിൽ ഇരുന്നപ്പോൾ രഞ്ജിനിക്ക് അതിനകത്തൊരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ലേ രഞ്ജിനി?
അത് പബ്ലിഷ് ചെയ്യാതിരുന്നപ്പോൾ, അതിലൊരു നടപടി ഉണ്ടാവാതിരുന്നപ്പോൾ? എന്നുമാണ് ഞാൻ പറയുന്നത്. ബട്ട് ഐ വാസ് വെയിറ്റിംഗ് ദേ വിൽ ഗിവ് us a statement and the report copy വരുമാണ് ഞാൻ വിചാരിച്ചത്. ഇതുവരെ തന്നിട്ടില്ല. തിങ്കളാഴ്ചയാണ് രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി റോഷിബാലാണ് ചേരുന്നത്. റോഷിബാൽ, ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിന് ശേഷം, ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുമ്പോൾ സാംസ്കാരിക വകുപ്പ് പറയുന്നു രഞ്ജിനിയുടെ ഹർജിയിൽ തീരുമാനമുണ്ടായതിനു ശേഷമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റുള്ളൂ എന്ന്. എന്തൊക്കെയാണ് രഞ്ജിനിയുടെ ആവശ്യം? ഹർജിയിൽ എന്താണ് പറയുന്നത്? റോഷ്നി, നടി രഞ്ജിനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സമീപിച്ചപ്പോൾ രഞ്ജിനി പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണം എന്നാണ്. ഒന്ന്. രണ്ടാമത്, ഇതുമായി ബന്ധപ്പെട്ട അവർക്കുള്ള ആശങ്ക അത് ദൂരീകരിക്കാൻ ഈ റിപ്പോർട്ട് അതിൻ്റെ പകർപ്പ് അവർക്ക് ലഭ്യമാക്കണം, അത് പരിശോധിക്കാനുള്ള അവസരം ലഭിക്കണം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏതായാലും ഹർജി ഡിവിഷൻ ബെഞ്ചിൽ എത്തിയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ സ്റ്റേ അനുവദിച്ചിരുന്നില്ല. അതിന് അപ്പുറത്തേക്ക് തിങ്കളാഴ്ച മൂന്നാമത്തെ കേസായി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ഹർജി നിലനിൽക്കുമോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുക. അതിനുശേഷമാകും മറ്റ് നടപടികളിലേക്ക് ഹൈക്കോടതി നീങ്ങുക. ഏതായാലും നേരത്തെ സിംഗിൾ ബെഞ്ചിൽ നിർമ്മാതാവ് സമർപ്പിച്ച ഹർജി അത് തള്ളുന്നതിനൊപ്പം തന്നെ 7 ദിവസത്തിനകം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് നൽകണമെന്ന ഉത്തരവിട്ടിരുന്നു. നേരത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തന്നെ സർക്കാർ 4.5 വർഷക്കാലം റിപ്പോർട്ട് പുറത്തുവിടാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടണമെന്ന് ഉത്തരവും ഇട്ടിരുന്നു. അന്ന് പ്രധാനപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാറ്റി നിർത്തി ചില പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടാൻ നിർദ്ദേശിച്ചപ്പോൾ സാംസ്കാരിക വകുപ്പും നിയമവകുപ്പും അത് പരിശോധിച്ച് ഈ 300 പേജുള്ള റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഈ വിവരങ്ങളൊക്കെ ഒഴിവാക്കി 233 പേജായി ചുരുക്കുകയും ആ 233 പേജ് ഏറ്റുവാങ്ങാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ മാസം 24-നായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ, റിപ്പോർട്ടിൻ്റെ പകർപ്പ് കൈമാറാൻ സാംസ്കാരിക വകുപ്പ് തീരുമാനിച്ചത്. അതന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം അത് നടന്നില്ല. പിന്നീട് ഹൈക്കോടതി അനുവാദം നൽകിയപ്പോൾ നിയമതടസ്സമില്ലാതെ ഇന്ന് 11 മണിക്ക് ഈ റിപ്പോർട്ട് കൈമാറാമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് സാംസ്കാരിക വകുപ്പിൻ്റെ കത്ത് ലഭിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ 8:32-നാണ് എനിക്ക് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഫോൺ കോൾ ലഭിച്ചത്. ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന കാര്യം ഫോണിലൂടെ അറിയിക്കുന്നു. നടി രഞ്ജിനി കോടതിയെ സമീപിച്ച ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. നടി രഞ്ജിനി കോടതിയെ സമീപിച്ചതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും ഈ കാര്യം അറിയിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടുന്ന വിഷയത്തിൽ സ്റ്റേ ലഭിക്കാത്തതിന് പിന്നാലെയാണ് സർക്കാരിനെ ഈ വിവരം അറിയിച്ചത്. റിപ്പോർട്ട് പുറത്തുവിടരുത്, നിയമപരമായ നടപടികളിലേക്ക് താൻ നീങ്ങുകയാണെന്ന കാര്യം നടി രഞ്ജിനി ഇന്നലെ രാത്രിയോടെ സർക്കാരിനെ അറിയിക്കുന്നു, മന്ത്രിയെ അറിയിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു തീരുമാനം വളരെ നേരത്തെ തന്നെ അതിരാവിലെ തന്നെ സർക്കാർ എടുത്തതും. ഏതാണ്ട് 1:30 ആകുമ്പോഴത്തേക്കാണ് സാംസ്കാരിക വകുപ്പിൽ നിന്നും രേഖാമൂലം ഈ റിപ്പോർട്ട് കൈമാറുന്നതിലെ തടസ്സം അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നടി രഞ്ജിനി കോടതിയിൽ നൽകിയ ഹർജി, ആ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ റിപ്പോർട്ട് കൈമാറുക എന്നതാണ്. പക്ഷേ നിലവിൽ നിയമ തടസ്സങ്ങളില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ നേരെ വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകിയത്. വിവരാവകാശ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ നിയമ തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിൽ പരിശോധന നടത്തിയതിന് പിന്നാലെ തന്നെ സംസ്ഥാന സാംസ്കാരിക വകുപ്പിനോട് അടിയന്തര റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് വിവരാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. കാരണം ഇന്ന് റിപ്പോർട്ടിൻ്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്ക് നൽകി. ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഈ കാര്യം സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷനെ അറിയിക്കണം എന്നായിരുന്നു നേരത്തെ ഉത്തരവിലൂടെ വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൻ്റെ ലംഘനം കൂടിയായി സാംസ്കാരിക വകുപ്പിൻ്റെ തീരുമാനം മാറും. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം തേടിയിരിക്കുന്നത്. നമുക്കറിയാം 4.5 വർഷക്കാലം ഇരുട്ടുമുറിയിൽ അടച്ചുവെച്ച റിപ്പോർട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിൻ്റെ ഇടപെടലിന് പിന്നാലെയാണ് പുറത്തുവിടാൻ തന്നെ സർക്കാർ തീരുമാനിച്ചത്. 2017 നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രൂപീകൃതമായ WCC എന്ന വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സാംസ്കാരിക മന്ത്രി AK ബാലനെയും സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന ചൂഷണം, പീഡനങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിശ്ചയിച്ചത്.
1,06,00,000 രൂപയാണ് കമ്മിറ്റി ചിലവഴിച്ച് ഇത്തരമൊരു റിപ്പോർട്ട് 300 പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. സാംസ്കാരിക വകുപ്പ് ഓരോ ഘട്ടത്തിലും പറയുന്നത് വ്യക്തികളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് പുറത്തുവിടാൻ കഴിയില്ല, അത് സ്വകാര്യതയുടെ ലംഘനമാകും, അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നതാണ്. ഏതായാലും ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ അതിന് മുകളിലോട്ടുള്ള വനിതാ സിനിമാ പ്രവർത്തകർ നേരിട്ട ചൂഷണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിൻ്റെ തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കേണ്ടി വരും. അത് പിന്നീട് അങ്ങോട്ട് സിനിമാ മേഖല ശുദ്ധീകരിക്കപ്പെടാൻ, ചൂഷണങ്ങൾ ഒഴിവാക്കപ്പെടാൻ ഒരു പ്രധാന കാരണമായി മാറും. അതിനുവേണ്ടിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ശ്രമം, അത് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം ഞാനുൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നടത്തുന്നത്. ഏതായാലും ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലാണ് ഏറ്റവും നിർണായകം. ഒപ്പം സാംസ്കാരിക വകുപ്പ് എന്ത് മറുപടിയാണ് ഈ റിപ്പോർട്ട് കൈമാറുന്നതിന് തടസ്സമായുള്ളതെന്ന് ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മറുപടി നൽകേണ്ടി വരും. ശരി, ആർ റോഷിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.